ഇന്നെൻ്റെ ചുറ്റുപാത്രത്തിൽ ചുറ്റുപാത്രത്തിൽ ചോറ്. ഇന്ന് ഇലക്ഷനല്ലേ, എല്ലാവരും ഓട്ടാൻ പോയാ. എനിക്കിടാൻ പറ്റിയിട്ടില്ല, എനിക്ക് വോട്ടില്ല, എനിക്ക് ഓട്ടാൻ പറ്റിയിട്ടില്ല. എൻ്റെ വോട്ട് നമ്മുടെ പഞ്ചായത്ത് ചെമ്മരുതിയാണ്. എൻ്റെ വാർഡ് വിഭജനമൊക്കെ വന്നപ്പോൾ എൻ്റെ വോട്ട് അങ്ങോട്ട് കിട്ടുന്ന വായ്പ, അതുകൊണ്ട് എനിക്ക് പ്രാവശ്യം വോട്ടില്ല. ഇവിടെ വെച്ചോ. ഇത് ചോറ്, ഇത് മത്തങ്ങ അരിശ്ശേരി. ഇന്ന് നമ്മളെ എല്ലാ തിരഞ്ഞെടുപ്പും എൻ്റെ ചെറുതിലെ മുതൽ ഒരു പ്രായം വരെ ഈ ഇലക്ഷൻ ഡ്യൂട്ടിക്കാർക്ക് ഫുഡ് കൊടുക്കുന്നത് നമ്മളായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ നാരങ്ങ കറി ഭയങ്കര ടേസ്റ്റ് കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. നാരങ്ങ ഉണക്കി, വടക്കപ്പുളി നാരങ്ങ ഉണക്കി അച്ചാറിനോട്. പിന്നെ ഇന്ന് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അതൊക്കെ കാണിക്കാം. ഇതൊന്നും അല്ല എൻ്റെ സ്പെഷ്യൽ. ഇന്നൊരു സ്പെഷ്യലുണ്ട്, വറുത്തരച്ച സാമ്പാർ. വറുത്തരച്ച സാമ്പാർ എന്ന് പറഞ്ഞാൽ നമ്മളെ സാമ്പാറൊന്നും ഇഷ്ടമല്ലാത്ത ഒരാളിവിടെ ഉണ്ട്, വിളമ്പി തരുന്ന ആൾ. അപ്പോൾ വറുത്തരച്ച സാമ്പാർ കഴിക്കാൻ പറ്റും. അപ്പോൾ ചമ്മന്തി അരക്കണമെന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് ചമ്മന്തി വേണ്ട, വറുത്തരച്ച അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. തേങ്ങ വറുത്ത് അരച്ച, നമുക്ക് ഒട്ടും നമ്മൾ ശീലിച്ചിട്ടില്ലാത്ത രീതിയിൽ, തെക്കൻ ജില്ലക്കാർ ശീലിച്ചിട്ടില്ലാത്ത രീതിയിൽ ഞാനൊരു വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ വയ്ക്കണമെന്ന് തോന്നി കേട്ടോ. അങ്ങനെ വെച്ചതാണ്. പിന്നെ എരിശ്ശേരി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, അതിനെ കൂട്ടി അടിക്കാം. അതാണ്. അപ്പോൾ വോട്ടിനെക്കുറിച്ച് പറഞ്ഞാൽ എല്ലാവരും പോയി വോട്ടിട്ട് യഥാർത്ഥ സ്ഥാനാർത്ഥികളെ, നമുക്ക് നാടിനും ഉപയോഗപ്പെടുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന ഇതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് അപ്പുറത്തേക്ക് കൈമാറുകയാണ്. വോട്ടിട്ട ആൾക്കാരുടെ ഉണ്ട്, അങ്ങോട്ട് കൈമാറുകയാണ്. ഹായ്, ഇന്നെന്റെ ചോറ്റുപാത്രം, ഇന്നെന്റെ വോട്ട്. അപ്പോൾ വോട്ടൊക്കെ പോയി രാവിലെ പോയി ചെയ്തു. വേറെ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ട് പോകുന്നതിന് മുമ്പേ എന്റെ വോട്ട് ഞാൻ ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം ഇപ്പോഴത്തെ കാര്യമൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആരെങ്കിലും ഒക്കെ കയറി വോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലുണ്ടാകും. അങ്ങനെയാണ്. പിന്നെ നാരങ്ങക്കറി. നാരങ്ങ എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ നാരങ്ങ ഉണ്ടല്ലോ, വടുകപ്പുളി നാരങ്ങയുടെ കറി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ മത്തങ്ങ പയർ ഇട്ട് വെക്കുന്ന എരിശ്ശേരി. എരിശ്ശേരി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട. സാമ്പാർ അങ്ങനെ വലിയ സാമ്പാർ ലവറല്ല ഞാൻ, എന്നാലും സ്പെഷ്യലായിട്ട് വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണല്ലോ, അപ്പോൾ അത് അറിയണം. പിന്നെ അതെന്ത് കണ്ടാലും പൊളിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇഷ്ടമായില്ലെന്ന് പറയും. വെറുതെ പറയുന്നതാണത് നമുക്ക് ആരോ പറഞ്ഞു. നമുക്ക് എൻ്റെ അടുത്ത് ആരോ ചോദിക്കുക, നിങ്ങൾ ഈ നന്ദൂസ് നല്ലതെന്ന് പറഞ്ഞാൽ സത്യം തന്നെ പറയുന്നത്. ഞാൻ പറഞ്ഞ ചില ദിവസങ്ങളിൽ പിന്നെ പറയാറുണ്ട് ഇഷ്ടമായില്ലെന്ന്. ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നു, എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. ഞാൻ കൊള്ളൂലെങ്കിൽ ഞാൻ കൊള്ളൂലെന്നേ പറയും. ഞാൻ പറയില്ല.